ഹലോ രവീന്ദ്രൻ, how are you? I'm fine. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി? കുറച്ച്. താങ്ക് യു ഫോർ കമ്മിങ്. അത് വൈഫ്, ഇത് മോൾ. സുഖായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കും. അപ്പൊ അകത്തേക്ക് ഇരുന്നു, കുറച്ച് ആളൂടെ എത്താൻ. ശരി രഘു. ഓക്കെ, നിങ്ങൾ വാ. ശരി. അച്ഛാ. മോളെ, അല്ല മനു വന്നില്ലേ മോളെ? മനു ഇങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഇങ്ങ് പോന്നതാ. അത് നന്നായി. അച്ഛാ, മനുവിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഏട്ടൻ തന്ന പണം അടച്ചു. അത് ഞാൻ അറിഞ്ഞു. ഏട്ടൻ എത്ര സ്നേഹമായിട്ട് പെരുമാറുന്നേ. അച്ഛനത് തിരിച്ചറിയാൻ പറ്റിയതുകൊണ്ടല്ലേ അച്ഛൻ ഏട്ടന്റെ കമ്പനിയിലേക്ക് ചെന്നത്. അമ്മയ്ക്ക് എന്താ ഇതൊന്നും മനസ്സിലാവാത്തെ? എല്ലാം പതുക്കെ ശരിയാവും. അമ്മയും ഒടുവിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊള്ളും. അമ്മ എവിടെ? ഇവിടെയില്ല, ഹരിയുടെ അടുത്താണ്. ഏട്ടന്റെ ബർത്ത്ഡേക്ക് ഇവിടെ ആളുകൾ വരുമ്പോ അമ്മയില്ലാതെ എങ്ങനെ ശരിയാവുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അങ്ങനെ ഒരു ഇഷ്ടം വേണ്ട. ഞാൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാം. നീ അവിടെ ചെന്നിട്ട് അമ്മയോട് ബേളം വെക്കാനൊന്നും നിൽക്കണ്ട. അമ്മയ്ക്ക് കുറെ ആദർശങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറെ ആളുകളും ഉണ്ട്. അതൊക്കെ വിട്ട് അമ്മയെ കൊണ്ട് ചിന്തിക്കാനും പറ്റില്ല. അമ്മയുടെ കണക്കിൽ അമ്മ മാത്രമേ ശരി, ബാക്കി എല്ലാരും ചെയ്യുന്നത് തെറ്റാ. ആയിക്കോട്ടെ, മോളി ചെല്ല്. നിനക്ക് അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വാ.